മോളെ, ഇത് ജീവന് തന്നെ ആപത്താ. എങ്ങനെയെങ്കിലും ഗാതമോളടി കാര്യം പറഞ്ഞേ പറ്റൂ. അമ്മ, കൃഷ്ണ പറഞ്ഞതേ എത്രയും വേഗം നാഗക്ഷേത്രത്തിലേക്ക് ചെല്ലണോന്ന്. മോള് വന്നേ. മോളെ 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 ഗാതമോളെ, ഗാതമോളെ കണ്ണു തുറന്നേ. മോളെ ഗാതേ, മോളെ കണ്ണു തുറക്ക്. മോളെ ഗാതേ. മോളെ, മോളിക്കുട്ടിയെ കൃഷ്ണമോൾ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവിടെ കളരിക്കൽ ഒരു പൂജ നടക്കുന്നുണ്ട്. അവിടെ വച്ചിരിക്കുന്ന ജാതകം ഗാദിയുടേതാ. അതിനെന്താ? ആ ജാതകത്തില് ഒരു ദോഷം കാണുന്നുണ്ട്. നാളെ നേരം വിളിക്കുന്നതിനുള്ളില് എന്തോ ഒരു ആപത്തുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. കൃഷ്ണമോൾ അവിടെ ഇരിക്കുന്നോണ്ട് ആരും സംശയിക്കില്ല. പക്ഷെ യാഥാർത്ഥ്യം അതല്ലല്ലോ. ഗാതമോളുടെ ജാതകമല്ലേ അത്? അപ്പോ ആപത്ത് ഗാതമോൾക്കല്ലേ? ഇതൊക്കെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാരാ? അവളല്ലേ? എനിക്ക് അവളെ വിശ്വാസമില്ല. എന്തൊക്കെ നീ പറയുന്നേ? ഈ പാതിര നേരത്തെ എല്ലാവരും വിളിച്ചുണർത്തി ഇതൊക്കെ പറയാൻ കൃഷ്ണയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ? എനിക്കറിയില്ല. അടുത്ത കൂട്ടുകാരിയല്ലേ, പോയി അന്വേഷിച്ചു നോക്ക്. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇവളിങ്ങനെ അഹങ്കാരം പിടിച്ചിരിക്കുവാണെങ്കിലേ ഇവളങ്ങ് തീരുന്നതാ നല്ലത്. ഞാൻ തീർന്നോട്ടെ. നിങ്ങളുടെ സൗജന്യൊന്നും എനിക്ക് വേണ്ട. അയ്യോ അയ്യോ മോളെ, ചോരയാണല്ലോ. അഹങ്കാരം പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് കിട്ടിയല്ലോ. മോളെ, ഈ സൂചന അവഗണിച്ചൂടെ? ആപത്തടുത്തെത്തിയതിന്റെ ലക്ഷണമോ? എത്രയും പെട്ടെന്ന് നമ്മൾ ക്ഷേത്രത്തിലെത്തണം. കൃഷ്ണമോള് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ ആപത്താ മോളെ. ഞങ്ങളെ കൊല്ലാനാണെങ്കിലും ജീവനോട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. വരുന്നെങ്കിൽ വരാൻ നോക്ക്. മോള് പേടിക്കണ്ട. നാളെ നേരം വെളുക്കും വരെ നമുക്ക് ആ നടയിൽ ചെന്നിരിക്കാം. ദൈവം കാത്തോളും. വാ മോളെ, വാ. ഈ ദൈവങ്ങളുടെ കാര്യം കുറച്ച് കഷ്ട. എന്തിനാ ഇങ്ങനെ ഉന്തിയും തള്ളിയും മുന്നോട്ട് പോന്നെ? കൊല്ലാനാണെങ്കിൽ കൊന്നാ പോരെ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവള് കേക്ക് കേക്കട്ടെ. ചാകാൻ പോകുന്നവളോട് നമുക്ക് എന്തിനാ സെന്റിമെന്റ്സ് ഒക്കെ? അവളോട് ഒരു താല്പര്യവും വേണ്ട. പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ അത് കേട്ടാലേ അവര് പൂജയാണെന്ന് നോക്കാതെ അപ്പൊ തന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിടും.
ഇവിടെ ഒരുത്തി ചത്തു കഴിഞ്ഞാ പിന്നെ നമ്മളെ പിന്നെ ആരും ഒരിടത്തേക്കും പറഞ്ഞേക്കാൻ പോകുന്നില്ല ഉദേട്ടാ. ആ രാത്രി അന്ത്യയാമത്തിലേക്ക് കടക്കുകയാണ്. ഈ മുഹൂർത്തമാണ് ജാതകക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം. ഇനി അങ്ങോട്ട് കളങ്കമില്ലാത്ത ഭക്തി മാത്രമാണ് ഒരു രക്ഷയായുള്ളത്. കുട്ടി പ്രാർത്ഥിച്ചോളൂ. സിദ്ധര മേഡം കരയേണ്ടി വരരുത്. കാതയുടെ ജീവന് ഒന്നും സംഭവിക്കല്ലേ. നാഗദേവങ്ങളുടെ പരീക്ഷണമാണ്, സംശയമില്ല. മോളെ മോളെ ഗാദേ, മോളെ ഗാദേ.